ഹായ് ഹലോ നമസ്കാരം. അങ്ങനെ നമ്മൾ ഡയറ്റ് സീരീസിലെ 3-ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടും സ്ട്രോങ് ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ 1400 കാലറി അടങ്ങിയിട്ടുള്ള ഹൈ പ്രോട്ടീൻ ബാലൻസ്ഡ് ഡയറ്റ് പ്ലാൻ ആണ് ട്രൈ ചെയ്യുന്നത്. വെജിറ്റേറിയൻസിനും നോൺ വെജുകാർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന ഡയറ്റ് പ്ലാൻ കൂടിയാണ്. ഒട്ടും സമയം കളയുന്നില്ല. ഞാൻ ബിനി. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ ഒരു ഗ്ലാസ് ചിയ വാട്ടർ കുടിച്ച ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടക്കേണ്ടത്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റ് ഹാഫ് ആപ്പിൾ 50 കാലറി, 2 ബോയിൽഡ് 140 കാലറി, ഒരു ഓട്സ് ചിയ വെജ് റാപ്പ് 220 കാലറിയുമാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ചിയ വെജ് റാപ്പിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കാൻ നിങ്ങളുടെ കയ്യിൽ സ്റ്റീൽ കട്ട് ഓട്സോ അല്ലെങ്കിൽ റോൾഡ് ഓട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് അരമണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഓട്സും ചിയ സീഡ്സും കുതിർന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്നൊരു സ്പ്രെഡ് തയ്യാറാക്കാം. അതിനായിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഒനിയൻ, ക്യുക്കമ്പർ, ടൊമാറ്റോ, കുറച്ച് ക്യാബേജൊക്കെയാണ്. അല്പം ഫ്ലേവറിന് വേണ്ടി കുറച്ച് മല്ലിയില അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനൊപ്പം കുറച്ച് പെപ്പർ പൗഡറോടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സ്പ്രെഡിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ 2 ടേബിൾ സ്പൂൺ യോഗർട്ടോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. യോഗർട്ടിന് പകരമായിട്ട് നിങ്ങൾക്ക് പുളിയില്ലാത്ത തൈര് എടുക്കാം, അതുമല്ലെങ്കിൽ ഗ്രീക്ക് യോഗർട്ടും എടുക്കാവുന്നതാണ്. അല്പം ഫ്ലേവറിന് വേണ്ടി കുറച്ച് ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി സോക്ക് ചെയ്ത ഓട്സ് ചിയ മിക്സ് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്ററി ഇരിക്കേണ്ടത്. ചൂടായി വന്ന പാനിലേക്ക് കുറച്ച് ഓയിൽ തൂക്കി കൊടുത്ത് നമ്മുടെ ബാറ്ററി ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു വശം വെന്ത് വന്നതിന് ശേഷം മറുവശം കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ റാപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. തയ്യാറാക്കിയ സ്പ്രെഡ് കൂടെ ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഈ ഒരു റാപ്പ് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല ഡിന്നറായിട്ടും കഴിക്കാവുന്ന ഫുഡ് കൂടിയാണ്. ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ചിയ വെജ് റാപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റ് ഒരു ഹൈ പ്രോട്ടീനും ഫൈബർ റിച്ചുമായിട്ടുള്ള ബാലൻസ്ഡ് പ്ലേറ്റ് കൂടിയായിരുന്നു. ഇങ്ങനെ കഴിക്കുമ്പോൾ കുറേ നേരം വയറ് ഫില്ലായിട്ടിരിക്കാനും ഒപ്പം അൺനെസസറി ക്രേവിങ്സ് കുറയ്ക്കാനും സഹായിക്കുന്നതുമാണ്. ഇനി ലഞ്ചിലേക്ക് വരുമ്പോൾ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് പോർഷനിൽ മട്ട റൈസ് 110 കാലറി അടങ്ങിയിട്ടുള്ളത്, ഒരു ഫിഷും കുറച്ച് കറിയും 120 കാലറി, കുറച്ച് പയറ് തോരൻ 90 കാലറി അടങ്ങിയിട്ടുള്ളത്, കുറച്ച് ഏറെ പാലക്ക് പരിപ്പ് കറി 140 കാലറി, കുറച്ച് ക്യുക്കുംബർ സ്ലൈസസ് 20 കാലറിയുമാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള പാലക്ക് പരിപ്പ് കറിയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് കുക്കറിൽ 1/4 കപ്പ് തൂർദാലും അതേ ക്വാണ്ടിറ്റിയിൽ റെഡ് മസൂർ ദാലും 30 മിനിറ്റ് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു കൈപ്പിടി പാലക്കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള ഒനിയനും ടൊമാറ്റോ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനാവശ്യമായ 3 പച്ചമുളകും ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. മസാലയ്ക്ക് ആവശ്യമായ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേവാനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് കുക്കറിൽ മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നിടം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ പരിപ്പും പാലക്കും ഒക്കെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ കൊണ്ട് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കാം. നമ്മുടെ കറി കുറച്ചുകൂടെ ടേസ്റ്റി ആയി കിട്ടാനായിട്ട് പെട്ടെന്നൊരു തട്ക തയ്യാറാക്കാം. അതിനായിട്ട് ചൂടായി വന്ന പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കടുകും
ഉലുവയും ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമായ 2 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. തയ്യാറാക്കിയ തട്ക നമ്മുടെ കറിയിലേക്ക് ഇതേപോലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ പാലക്ക് പരിപ്പ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ലഞ്ച് ഒരുപാട് ന്യൂട്രീഷ്യസും ഫൈബറും ഒപ്പം പ്രോട്ടീനും അടങ്ങിയിട്ടുള്ള പ്ലേറ്റ് കൂടിയായിരുന്നു. ഇനി ചോറിന് ഓപ്ഷണലായിട്ട് നിങ്ങൾക്ക് കീൻവ, മില്ലറ്റ്, ചപ്പാത്തി ഒക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതുമാണ്. ഈവനിങ് സ്നാക്കായിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് റോസ്റ്റഡ് കടല 120 കാലറി അടങ്ങിയിട്ടുള്ളത്, കുറച്ച് ആമൻസ് 50 കാലറി, ഗ്രീൻ ടീ 0 കാലറി വിത്തൗട്ട് ഷുഗറുമാണ്. ഗ്രീൻ ടീക്ക് പകരമായിട്ട് ബട്ടർ മിൽക്ക്, ലെമൺ വാട്ടർ, ജീര വാട്ടർ ഒക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതുമാണ്. ഇനി നട്ട്സിന് പകരമായിട്ട് ആപ്പിൾ ഹാഫ് പോർഷനിൽ എടുക്കാം, പപ്പായ, വാട്ടർമെലൺ ഒക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. മാക്സിമം ഫ്രൈഡ് ഐറ്റംസ് കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഡിന്നറിലേക്ക് വരുമ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിന്നർ 300 കാലറി അടങ്ങിയിട്ടുള്ള ഗാർലിക് പനീർ ഫ്രൈഡ് റൈസ് ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ആദ്യമേ തന്നെ നമുക്കൊരു മസാല തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 5 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ മസാലയ്ക്ക് ആവശ്യമായ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ റോസ്റ്റഡ് ക്യൂമിൻ സീഡ്സ് പൗഡറും 1 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനൊപ്പം കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ചൂടായി വന്ന പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് നമ്മുടെ മസാല ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. കൂടെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ഓനിയൻ ചെറുതായി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ 60 ഗ്രാം ഓഫ് ലോ ഫാറ്റ് പനീർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡയറ്റ് ചെയ്യുന്നവർക്ക് ലോ ഫാറ്റ് പനീറും അല്ലാത്തവർക്ക് ഫുൾ ഫാറ്റ് പനീറും എടുക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള വെജിറ്റബിൾസ് ഒക്കെ സ്മോൾ ക്വാണ്ടിറ്റിയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ക്യാരറ്റ്, കുറച്ച് ഗ്രീൻ പീസ്, ബീൻസ് ഒക്കെയാണ്. 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ വെജിറ്റബിൾസും പനീറും നന്നായി തന്നെ കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ബോയിൽ ചെയ്തെടുത്ത ഹാഫ് പോർഷനിൽ വൈറ്റ് റൈസ് കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം ഫ്ലേവറിന് ആവശ്യമായ കുറച്ച് മല്ലിയില അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ ഗാർലിക് പനീർ ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഡിന്നർ ലൈറ്റും ഒപ്പം സാറ്റിസ്ഫൈങ്ങുമായിട്ടുള്ള പ്ലേറ്റ് കൂടിയായിരുന്നു. വെജിറ്റേറിയൻസിനും നോൺ വെജുകാർക്കും ഒരേപോലെ ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പി കൂടിയാണ്. ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് 60 കാലറി അടങ്ങിയിട്ടുള്ള കുറച്ച് പോർഷനിൽ കേടുകൂടെ എടുത്തിട്ടുണ്ട്. റൈസിന് പകരമായിട്ട് നിങ്ങൾക്ക് ഡിന്നറിന് സാലഡ്സ്, സൂപ്പ്, മില്ലറ്റ്സ് ഒക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതുമാണ്. ഇന്ന് നമ്മൾ ട്രൈ ചെയ്തത് 1400 കാലറി അടങ്ങിയിട്ടുള്ള ഹൈ പ്രോട്ടീൻ ബാലൻസ്ഡ് ഡയറ്റ് പ്ലാൻ ആയിരുന്നു. വെജിറ്റേറിയൻസിനും നോൺ വെജുകാർക്കും ഒരേപോലെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മീൽ പ്ലാൻ കൂടിയായിരുന്നു. ഇതേപോലെ ബാലൻസ്ഡ് ആയിട്ട് കഴിച്ചാൽ വെയിറ്റ് ലോസും ഹെൽത്തും രണ്ടും ഈസിയായി മാനേജ് ചെയ്യാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.